ജീവിതത്തിൽ ആ സെറ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൊററോ ഫാന്റസീസോ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയും. ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊരു മനയെ തന്നെ ഷൂട്ട് ചെയ്തത്, അതും ആദ്യമായിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ് ഗു. ഞങ്ങളെല്ലാരും മുതിർന്നവരും കുട്ടികളും ഒന്നിച്ചിരിക്കും പേടിയായതുകൊണ്ട്. ഒറ്റയ്ക്ക് പോയിരിക്കാൻ എല്ലാവർക്കും പേടിയാ. അതൊരു പക്ഷെ എന്നാന്നറിയില്ല, സെറ്റിൽ മിക്കവർക്കും ലെഗ് ഇൻജുറീസ് ആയിരുന്നു കൂടുതൽ. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ, ആ മകളെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണല്ലേ എന്നുള്ളത്. ദേവ് ഓവർ ക്യൂട്ടാണെന്നൊക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര മെച്ചൂർഡ് ആണെന്നൊക്കെ പറയുമ്പോഴോ ദേവുവിന് എപ്പോഴെങ്കിലും സങ്കടം വന്നിട്ടുണ്ടോ? എൻ്റെ പ്രായത്തിലുള്ള അഭിനയിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് നിൽക്കുന്നവര് എല്ലാവർക്കും ഇങ്ങനത്തെ ഹേറ്റ് കമന്റ്സ് വരും. അരന്മനയിലാണ് ഞാൻ ഏറ്റവും റിസ്ക് എടുത്തിട്ടുള്ള സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത്. കാരണം അതിന്റെ ക്ലൈമാക്സിലൊക്കെ ഏറ്റവും ടോപ്പിൽ നിന്ന് കയറില് ഇങ്ങനെ വരണുണ്ട്. കൃത്യം ലാൻഡ് ചെയ്യുമ്പോൾ ശ്വാസം പിടിച്ചോ കണ്ണു അടച്ചോ. ഫസ്റ്റ് ദേവുവിനോട് ചെയ്യാൻ പറഞ്ഞൊരു സീൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു എന്ന് ഒരാൾ വന്ന് പറഞ്ഞ് മോനെ വിളിച്ചുകൊണ്ടുപോകണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഭിലാഷ് ചേട്ടൻ ഓടി പുറത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ടിഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കണം. എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അല്ല അവള് കരഞ്ഞിട്ട് അവള് നിർത്തണില്ല. അഭിലാഷ് ചേട്ടാ ഞങ്ങൾക്കൊരു ഫോട്ടോ. മമ്മൂക്ക പറയണ ദേവുവിന്റെയും ആ മോന്റെയും കൂടെ ഒരു സെൽഫി എടുത്തോണ്ട് പീയൂഷും ദേവനന്ദയും വന്ന ഒരു ഫോട്ടോ എടുക്കും എൻ്റെ കൂടെ. ഓവർ ക്യൂട്ട്നെസ് ആണെന്നും ഓവർ മെച്ചോർഡ് ആണെന്നും പറയുന്നുള്ളവർക്ക് എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ ഈ ജനറേഷനിലുള്ള എൻ്റെ പ്രായമുള്ള കുട്ടികളെല്ലാവരും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. കാലം മാറി ഇത്തിരി. ഈശ്വര കേട്ടിട്ട് ഞാനാണോ മുതിർന്നത് ഇവളാണോ മുതിർന്നത്? മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. ഹലോ എവ്രിവൺ, ഞങ്ങളിങ്ങനെ സിനിമയൊക്കെ കണ്ട് ചില്ല് ചെയ്തിരിക്കുന്ന എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അത് വളരെ പഴയ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള തൊട്ടപ്പനൊക്കെ കണ്ടോണ്ടിരിക്കുന്നതിന് എന്താന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ ദേവുവിന്റെ വളരെ ആദ്യത്തെ സിനിമയാണ്, വെരി ഫസ്റ്റ് മൂവി അല്ലേ? അപ്പൊ ഏതായാലും ഞങ്ങൾ ഇരിക്കുന്നത് ദേവുവിന്റെ വീട്ടിലാണ്. ദേവുവിന്റെ വീട്ടിലെ ഹോം തിയേറ്റർ തന്നെയാണ്. ദേവുവിന്റെ അച്ഛനെ കൂടെ പിടിച്ചിരുത്താന്ന് വിചാരിച്ചു. എത്ര വയസ്സായി ദേവുവിന്? 11 വയസ്സ്. 11 ആകുമോ ജൂലൈയില്? ജൂലൈയില് 11 ആവേ ഉള്ളൂ. അതിനുള്ളിൽ എത്ര സിനിമ അഭിനയിച്ചു? 14. ചേട്ടാ, അടുത്ത ചോദ്യം, ഇത്രയും ചെറിയ കൊച്ചിനെ കൊണ്ട് സിനിമ എന്നുള്ള പണി എടുപ്പിച്ചോണ്ടിരിക്കുകയാണോ കുട്ടിയെ സ്കൂളിൽ വിടാതെ? ചോദ്യത്തിന് ഉത്തരം പറ. ദേവു കിൻഡർ ഗാർഡൻ കഴിഞ്ഞ് 1ലേക്ക് ഞാൻ ചേർക്കാൻ ഒരു സ്കൂളിൽ പോയ സമയത്ത് അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, നിലവിൽ ഇവിടെ ആർട്സിന് എനിക്ക് അത്ര ഞങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ എഡ്യൂക്കേഷനാണ് കുറെ കൂടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ദേവു ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ചേർക്കുന്നത്. പക്ഷെ അതൊരു നല്ല തീരുമാനമായിരുന്നു. ശരിക്കും ഈ 3.5 വയസ്സുള്ള കുഞ്ഞിനെ അത് സിനിമയിലേക്ക് കൊണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇടയിൽ ഡബിൾ തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? നമുക്ക് അന്ന് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഞങ്ങള് ഇങ്ങനെ ഒരു ഇത് പറയണു, ഷാനവാസൊക്കെ ഇത് പറയണു, ഞങ്ങൾ ചെല്ലുന്നു, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല, ദേവു ചെയ്യുമോന്ന് ഒന്നും അറിയില്ല. ഷാനവാസൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, ഡയറക്ടർ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. 2 ദിവസമായിരുന്നു പറഞ്ഞ്, പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇത് തീർന്നു. തൊട്ടപ്പൻ്റെ പോസ്റ്റർ കണ്ടിട്ട് ജൂഡേട്ടൻ വിളിക്കുകയാണ് ഒരു ദിവസം. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേര് ജൂഡ് ആൻ്റണി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാട്ടാ, കാരണം ഞാൻ സിനിമ കുറച്ചുകൂടി കാണുന്നതും ഒക്കെയാണ്. കാരണം ഞങ്ങൾ ദേവു എൻ്റെ വൈഫിൻ്റെ വയറ്റിൽ 9ാം മാസം കിടക്കുമ്പോഴും അതായത് ഡെലിവറിക്ക് 10 ദിവസം മുമ്പ് പോലും ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുണ്ട്. അത് ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന നല്ല കുട്ടി വൈദ്യ കിടക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന സിനിമ. അപ്പൊ നിറവയറായിട്ടാണ് ബാച്ചിലർ പാർട്ടി കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നോക്കണ്ട്, ദൈവം ഇത്രയും നിറവയറായിട്ട് ഒരാൾ. പക്ഷെ ഞങ്ങൾ എല്ലാ സിനിമകളും കാണുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ദേവു വയറ്റിൽ കിടന്ന് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നായിരിക്കും ദേവുവിന് ചിലപ്പോ സിനിമയോട് താല്പര്യം ഉണ്ടായത് പോലും. 2018 എന്ന് പറഞ്ഞ ഈ പടം ഫസ്റ്റ് ഷെഡ്യൂൾ തീർന്ന അന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ദേവുവിൻ്റെ കൂടെ ഒരു സെൽഫി ഇട്ടിട്ട് മിസ് യു ദേവൂട്ടിന്ന് ഇട്ടത് കണ്ടിട്ടാണ് സുഗീതേട്ടൻ മൈസാനിലേക്ക് വിളിക്കുന്നത്. മൈസാന്റെ പക്ഷെ ദേവു ശരിക്കും കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. അതെന്താടാ? ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് അഭിനയിച്ചത്. നമ്മള് മൊട്ട അടിച്ചില്ല, നമ്മള് ബോൾഡ് ക്യാപ്പ് വെച്ച് ഫുൾ ബോൾഡ് പോലെ ആക്കി. നമ്മള് മുടി ഇങ്ങനെ പിന്നി വെച്ചിട്ട് അതിന്റെ പുറത്തൊരു സാധനം ഇട്ട് അതിന്റെ പുറത്ത് മേക്കപ്പ് ഇട്ട് മുടി ഇല്ലാന്ന് കാണിക്കും. അതും ആദ്യത്തെ ദിവസമൊക്കെ എന്റെ തല വേദനിച്ചിട്ട് തലയിൽ ഭയങ്കര ഭാരം തോന്നുന്നു. എത്ര വയസ്സുണ്ട് അപ്പൊ? 5 വയസ്സ്. ശരിക്കും മാളികപ്പുറം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ദേവു അതിലേക്ക് ഇന്നാവുന്നത്. ഞങ്ങൾ നെയ്മർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നെയ്മർ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ആൻഡോ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഒരു സിനിമ തുടങ്ങുന്നുണ്ട്,
ഇങ്ങനെ സഞ്ജയ് പടിയൂർ വിളിക്കും, ഓഫീസിൽ പോയി ഒന്ന് സംസാരിക്കണം എന്ന് പറയും. അങ്ങനെ ദേവുവിനെ കൊണ്ട് നെയ്മർ കഴിഞ്ഞവിടെ വന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ആൻഡ്രോജന്റെ ഓഫീസിൽ പോവാണ്. അവിടെ ചെന്നു. അപ്പൊ അഭിലാഷേട്ടനുണ്ട്, വിഷ്ണു ഉണ്ട്, ഇവരാരും നമുക്ക് ആദ്യം അറിയില്ല. പിന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് ദേവുവിനോട് ചെയ്യാൻ പറഞ്ഞൊരു സീൻ എന്ന് പറഞ്ഞാൽ, മോൻ സ്കൂളിലിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചു എന്ന് ഒരാൾ വന്ന് പറഞ്ഞ് മോനെ വിളിച്ചുകൊണ്ട് പോവാണ്. പക്ഷെ അത് അവിടെ ചെല്ലുമ്പോഴാണ് മോൻ അറിയണം അച്ഛൻ മരിച്ചു എന്നുള്ളത്. എന്തായിരിക്കും അവസ്ഥ എന്ന് ചെയ്ത് കാണിക്കണം എന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒന്ന് പുറത്തിരിക്കണം, ഞങ്ങളെല്ലാവരും ഒന്ന് അകത്തുണ്ട്, ടെൻഷൻ ഒന്നും അറിയിക്കണം. ഞാൻ പറഞ്ഞു എനിക്കൊരു ടെൻഷനും ഇല്ല, കാരണം അവളെല്ലാ തലത്തും സിങ്ക് ആവുന്ന ആളാണ്. അങ്ങനെ ഞാൻ പുറത്തിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഭിലാഷ് ചേട്ടൻ ഓടി പുറത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ടിഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അല്ല, അവൾ കരഞ്ഞിട്ട് അവൾ നിർത്തണില്ല എന്ന് പറയാണ്. മാളികപ്പുറത്തിൽ എത്തി എന്നുള്ളതിനേക്കാളും വലിയൊരു സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം 2018-ന്റെയും മാളികപ്പുറത്തിന്റെയും ചാവേറിന്റെയും ഒറ്റ പ്രൊഡ്യൂസ് എടുത്താണല്ലോ. അപ്പൊ അതിന്റെ ഒറ്റ ലോഞ്ചായിരുന്നു, ഒരേ ദിവസമായിരുന്നു 3 സിനിമയുടെ. അപ്പൊ മാളികപ്പുറത്തിന്റെ ട്രെയിലർ ഇട്ടു. അന്ന് മമ്മൂക്ക വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് അങ്ങനെ ഒരു ലോഞ്ചിൽ വെക്കുമ്പോഴാണ് മമ്മൂക്ക പറയുന്നത് ദേവുവിന്റെയും ആ മോന്റെയും കൂടെ ഒരു സെൽഫി എടുത്തു. അതും ഞാനും പീയൂഷ് ഇങ്ങനെ ബാക്കിൽ, ഞാനും ശ്രീ അവനും ഇരുന്ന് ബാക്കിലിരുന്ന് പറയായിരുന്നു, അഭിലാഷേട്ടാ ഞങ്ങൾക്കൊരു ഫോട്ടോ പറ്റുമോ? അപ്പൊ അഭിലാഷേട്ടൻ പറഞ്ഞു, നോക്കട്ടെടാ, ഈ കാര്യം ആയതുകൊണ്ട് ഞാൻ നോക്കട്ടെ, ചെലപ്പോ നടക്കും ചിലപ്പോ നടക്കൂല. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ദേവു വളരെ സിമ്പിൾ ആയിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഹെവൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 സീനേ അതിലുണ്ടായിരുന്നുള്ളൂ. ആ സിനിമ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൽ അച്ഛനും ദത്തെടുക്കാൻ പറഞ്ഞ അച്ഛനും അമ്മയും ഇങ്ങനെ പോകുമ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ഒരു സീനാണ് അതിന് ചെയ്യാൻ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ഡയറക്ടർ. അപ്പം ഞാൻ ദേവുവിനോട് ചോദിച്ചു, നീ എങ്ങനെ പെട്ടെന്ന് കരഞ്ഞു? അച്ഛനല്ലേ പറഞ്ഞു ഇന്നലെ ഡോഗിനെ മേടിച്ചു തരില്ല എന്ന്. ഞാനത് ഓർത്തപ്പോൾ എനിക്ക് വിഷമം, ഞാനത് മനസ്സിൽ പറഞ്ഞു. അപ്പം ചെറിയ ട്രിക്ക് വെച്ചിട്ടായിരിക്കും ഇവർക്ക് എന്താണോ വിഷമം, ഇവർക്ക് ഒരിക്കലും ആ സീനല്ല അവർ ആലോചിക്കുന്നത്, ഇവർക്ക് മനസ്സിൽ എന്താണോ വിഷമം ഉണ്ടാക്കുന്നത് അതാണ് ഇവർ ആലോചിച്ചിട്ടാണ് ഇവർ പെട്ടെന്ന് സങ്കടപ്പെടുന്നത്. ഇപ്പൊ ദേവുവിന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ മടിയുള്ള ആളാണ്, ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന ഒറ്റ കാര്യമുണ്ട്, ഫുഡ് കഴിച്ചിട്ട് സ്കൂളിൽ പോയല്ലേ സ്കൂളിൽ പോകണ്ട. അപ്പോൾ സ്കൂളിൽ പോകാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എന്താ കുഴപ്പം, പതുക്കെ കണ്ണൊക്കെ നിറയും, കണ്ണിന്ന് കണ്ണിന്ന് വെള്ളമൊക്കെ ചാടിയായിരിക്കും കഴിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പോകാൻ ഇഷ്ടമുള്ള ആളാ. അപ്പൊ നമുക്കറിയാം, അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ സാധാരണ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും കാര്യമാണ്. അപ്പൊ ചില കാര്യങ്ങൾ ഇവരുടെ ചെറിയ മനസ്സാണ്, ഇവർ ചെറിയ കുട്ടികളാണ്. ഓവർ ക്യൂട്ട്നെസ് ആണെന്നും ഓവർ മെച്ചോർഡ് ആണെന്നും പറയുന്നുള്ളവർക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? എന്റെ രീതി അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ടേ. അതും ഇപ്പോൾ ഈ ജനറേഷനിലുള്ള എൻ്റെ പ്രായമുള്ള കുട്ടികളെല്ലാവരും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം, എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ്. സ്കൂളിൽ പോകുമ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോ കാലം മാറി ഇത്തിരി. ഞാനാണോ മുതിർന്നത്, ഇവളാണോ അല്ല, ശരിക്കും ഞാൻ പറയാം, എന്നേക്കാൾ അപ്ഡേറ്റഡ് ആണ് ഈ 10 വയസ്സുള്ള ഒരാള്. കാരണം അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഈ 14 സിനിമകളിൽ അഭിനയിച്ച ആളോട് ഒരു അഡ്വൈസ് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? എന്തായാലും ഇപ്പൊ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഡ്രീമിന് പുറകെ പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും, കുറച്ച് നമ്മൾ ഇടയ്ക്ക് സങ്കടം വരും. പക്ഷെ എത്ര സങ്കടം വന്നാലും ഒരു സമയത്ത് ഒരു നല്ല സമയം ഉണ്ടാകും, അത് നമുക്ക് ദൈവം എന്തായാലും തരും. കാരണം നമ്മൾ ഒത്തിരി മനസ്സിൽ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാം, ദൈവം എപ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷ സമയം തരണം. ഈ അച്ഛനാണോ അമ്മയാണോ ദേവുവിന്റെ സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്നത്? എനിക്ക് തോന്നുന്നു 2 പേരും. അച്ഛൻ കൂടെ നിൽക്കുന്നതുകൊണ്ട് അച്ഛൻ പിന്നെയും കഥ അറിയാം. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആകെ വീക്കെൻഡ്സിലേ വരാൻ പറ്റുള്ളൂ, അതും ചില സമയത്ത് വരാൻ പറ്റില്ല, കാരണം അമ്മയ്ക്ക് ഓഫീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയാണ് കുറച്ചും കൂടെ ഇമോഷണൽ ആകുന്നത്, കാരണം അമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല ഷൂട്ടിങ്, അപ്പം അമ്മയ്ക്ക് കഥ അറിയില്ല. അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛനാണ് കഥ കേൾക്കുന്നത്. അച്ഛൻ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫുള്ളുണ്ട്, അച്ഛൻ എല്ലാം കാണുന്നുണ്ട്, അച്ഛൻ ഞാൻ അഭിനയിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അച്ഛന് വിഷമമുണ്ടാകും, പക്ഷെ കൂടുതലും ഇമോഷണൽ ആകുന്നത് അമ്മയാണ്. ഈ മാളികപ്പുറം സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടേ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു? അമ്മ കരഞ്ഞു, ആരാണേലും കരയും, അതുകൊണ്ട് അമ്മ കരഞ്ഞു, ഞാൻ കരഞ്ഞു, പീയൂഷ് കഴിഞ്ഞു, ആൽഫി ചേച്ചി കരഞ്ഞു. ഞങ്ങൾ 3 പേരും ഒന്നിച്ചേരുന്നേ. അപ്പൊ ഞാൻ അമ്മയുടെ മടിയിൽ, അച്ഛൻ അത് കാണാൻ പറ്റിയില്ല, കാരണം നമ്മളെല്ലാരും ക്രൂ എല്ലാരും, അപ്പൊ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നമ്മളെല്ലാരും ഇങ്ങനെ ജാം പാക്കായിട്ട് കൂടിയായിരുന്നേ. അപ്പൊ ഏറ്റവും ബാക്കിലത്തെ സീറ്റില് അമ്മ ഇരിക്കുന്നു, അമ്മയുടെ മടിയിൽ ഞാൻ ഇരിക്കുന്നു, ആൽഫി ചേച്ചി അപ്പുറത്തിരിക്കുന്നു, ആൽഫി ചേച്ചിയുടെ മടിയിൽ അവൻ ഇരിക്കുന്നു.
നേരെ ഫ്രണ്ടില് വിഷ്ണു ചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, അച്ഛൻ സ്റ്റെപ്പിലിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എത്തി നോക്കാൻ പറ്റില്ല, ഞാൻ തന്നെ കരയില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ കരഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞില്ല. അരൺമനയിലാണ് ഞാൻ ഏറ്റവും റിസ്ക് എടുത്തേക്കണം, റിസ്ക് എടുത്തിട്ടുള്ള സ്റ്റണ്ട് ചെയ്തിട്ടുള്ള. കാരണം അതിന്റെ ക്ലൈമാക്സിലൊക്കെ ഏറ്റവും ടോപ്പിന്ന് കയറില് ഇങ്ങനെ വരണുണ്ട്. അപ്പൊ വരണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്ന് കുങ്കുമത്തിലാ ചാടണം. കുങ്കുമത്തിൽ ചാടുമ്പോ ആദ്യത്തെ ടേക്ക് എല്ലാ പെർഫോമൻസ് വൈസിലെല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ ക്യാമറയുടെ ഫോക്കസ് ഉണ്ടായിരുന്നില്ല. അയ്യോ, ക്യാമറ ചേട്ടനോട് ചോദിച്ചോ മൊത്തം ചെവിയില് പഞ്ഞി വെച്ചു, ചെവി കേറാതിരിക്കാൻ. എന്നിട്ട് അവര് പറഞ്ഞു കൃത്യം ലാൻഡ് ചെയ്യുമ്പോ ശ്വാസം പിടിച്ചോ കണ്ണു അടച്ചോ. കൃത്യം ലാൻഡ് ആകുമ്പോഴത്തേക്ക് കണ്ണടയ്ക്കും. മൂക്കിലൊക്കെ കേറി തലയിലൊക്കെ കുങ്കുമായി. ലാസ്റ്റ് ഒരു ക്യാൻ വെള്ളം എടുത്തോണ്ട് കൊണ്ടുവന്ന് പിന്നെ അവിടെ അടിച്ച് തെറിപ്പിക്കും. എന്നിട്ടും ഉണ്ട്. അപ്പൊ റീഷൂട്ട് ഉണ്ട്, നല്ല ഡ്രൈ ആയിട്ടിരിക്കണ്ടേ. ക്യാരവാനേ ഉള്ളു കുളിക്കാൻ. ക്യാരവാനിലെ കുഞ്ഞു ബാത്റൂമിന്റെ ഉള്ളിൽ അച്ഛൻ നിന്ന് കുളിപ്പിക്കേണ്ടി വന്നു ഫുൾ. ഈ ഗുളികൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താന്നൊക്കെ ദേവുന് അറിയായിരുന്നോ? അത് ഇതിന് മുന്നേ അറിയായിരുന്നോ? അതിന് മുമ്പേ എന്താണ് അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛനൊക്കെ കേട്ടിട്ടുണ്ട് ഈ നാവില് ഗുളികൻ ഇരിക്കുന്ന സമയത്തൊന്നും പറയാൻ പാടില്ല. പിന്നെ അമ്മാമ്മയ്ക്ക് ഫോണില് കലണ്ടർ ഉള്ളത് ഒരു ഹിന്ദു കലണ്ടർ ആയിരുന്നു. അപ്പൊ അതിലിങ്ങനെ ആ ഡേറ്റ് ടാപ്പ് ചെയ്യുമ്പോ അതില് ഒരു ഇതൊക്കെ എഴുതിയിട്ട് ഗു എന്നിട്ട് ഇന്ന സമയം. അപ്പൊ ഞാൻ വിചാരിച്ചത് അത് ഗു എന്തിനാണ്. അപ്പോഴാണ് മനസ്സിലായി ഗുളികൻ വരുന്ന സമയം ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെയാണ്. ഈ നമ്മൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സത്യത്തിൽ ആ സെറ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൊററോ ഫാന്റസീസോ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയും. ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ എന്തൊക്കെയാ നടന്നിരിക്കില്ലേ. സത്യത്തിൽ നമ്മൾ അപ്പോഴാണ് ഇതേപോലുള്ള വിശ്വാസം മനയെ തന്നെ ഷൂട്ട് ചെയ്തത്. അതും ആദ്യമായിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ് ഗു. അപ്പൊ അവർ ഇതുവരെ കൊടുത്തിട്ടില്ല, പട്ടാമ്പിയിലായിരുന്നു. അതുകൊണ്ട് സാധാരണ എല്ലാരും ഷൂട്ട് കഴിഞ്ഞാൽ അപ്പൊ ക്യാരവാനിൽ കയറും ചൂടെടുക്കാതിരിക്കാൻ. പക്ഷെ ഞങ്ങൾ എല്ലാരും മുതിർന്നവരും കുട്ടികളും ഒന്നിച്ചിരിക്കും പേടിയായതുകൊണ്ട്. ഒറ്റയ്ക്ക് പോയിരിക്കാൻ എല്ലാവർക്കും പേടിയാ. അതുകൊണ്ടല്ല പലപ്പോഴും ഈ വരത്തുപോക്കെന്നൊക്കെ പറയും. പല നാട്ടിലും പല ഇതാണ്. ദേവി വന്നു പോണു, ഗുളികൻ വന്നു പോണു എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മള് വന്നു പോണു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് ചില സ്ഥലത്ത് നമുക്ക് പല ഫീൽ ചെയ്യാൻ പറ്റും. എനിക്കും കുട്ടികൾക്കും ഭാഗ്യത്തിന് അത്രയും വന്നിട്ടില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നാന്നറിയില്ല സെറ്റിൽ മിക്കവർക്കും ലെഗ് ഇൻജുറീസ് ആയിരുന്നു ഫുള്ള്. ഇനി ചേട്ടനാണ് ഞാനൊരു കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ. അതായത് മകള് കുഞ്ഞുകുട്ടിയെ ഇത്രയും സിനിമയിലൊക്കെ അഭിനയിപ്പിക്കുമ്പോ സ്വാഭാവികമായിട്ടും താഴെ വരുന്ന കമന്റുകളൊക്കെ ചേട്ടൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചേട്ടൻ കണ്ടേക്കാൻ സാധ്യതയുള്ള ഒരു കമന്റ് ആണ് ആ മകളെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണല്ലേ എന്നുള്ളത്. ഞാൻ ഇതിന് കറക്റ്റ് ഒരു കാര്യം പറയാം. ഇത് ഇത്രയും നാളായിട്ടും ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. കമന്റുകൾ ഞാൻ ഇഷ്ടം പോലെ നോക്കുന്നതാണ്. ശരിക്കും ഞാൻ ദേവു 3.5 വയസ്സിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഡീസൽ അടിച്ച് നമ്മൾ ഡ്രസ്സ് എടുത്ത് നമ്മൾ പോവാണ്. അപ്പം നമ്മൾ പോകുന്നു, നമ്മുടെ പരിപാടികൾ മാറ്റി വയ്ക്കുന്നു. അങ്ങനെ 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് പോവാണ്. ഇതിൽ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് മടുത്തു പോകാമായിരുന്നു. അപ്പൊ ദേവുവിനോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും കാലമായാലോ ചെയ്യണം, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റില്ല. നല്ല സിനിമ ചെയ്യാൻ ആർക്കും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കിട്ടാത്തത് കൊണ്ടോ വരാത്തത് കൊണ്ടോ ഒക്കെയാണ്. അപ്പൊ ദേവു തന്നെ ഇങ്ങനെ ചോദിക്കുക, അച്ഛാ ഇത്രയും നാൾ. അപ്പൊ ഞാൻ ദേവുവിനോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, വൈഫ് ജോലി ചെയ്യുന്ന ആളാണ്, സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ഇൻകമുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ 3 പേര് നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ ടെൻഷൻ ഇല്ല. കാരണം ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ 5 or 6 വർഷം നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അതിനുശേഷം റവന്യൂ വന്നു തുടങ്ങിയത്. ശരിക്കും ദേവ് ഓവർ ക്യൂട്ടാണെന്നൊക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര മെച്ചുവേർഡ് ആണെന്നൊക്കെ പറയുമ്പോഴോ ദേവുവിന് എപ്പോഴെങ്കിലും സങ്കടം വന്നിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കും ഫുൾ. ഇപ്പൊ ഞാൻ മാത്രല്ല, എൻ്റെ പ്രായത്തിലുള്ള അഭിനയിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് നിൽക്കുന്നവര് എല്ലാവർക്കും ഇങ്ങനത്തെ ഹേറ്റ് കമന്റ്സ് വരും. അതതിന്റെ ഭാഗമാണ്. എല്ലാവരും ഭയങ്കരമായി കൈയടിച്ച ഒരു സീൻ ഏതാ ദേവുവിന്റെ ഓർമ്മയിലുള്ളത്? അരൺമനയുടെ ഈ പറഞ്ഞ പോലെ ഒരു 5 നില ഹൈറ്റിൽ നിന്ന് താഴെ വരുന്ന ഒരു സീനുണ്ട്. അത് ഈ പറഞ്ഞ ഒരു ഈ മുളയിലേക്ക് ചാടി പിടിച്ചിട്ട് മുള ഒടിഞ്ഞ് താഴെ പോരുന്ന ഒരു സാധനമാണ്. അപ്പോൾ എൻഡിലെത്തുമ്പോഴാണ് സുന്ദർ സിഗാർ സേവ് ചെയ്യുന്നു. അത് പോരാന്ന് പറഞ്ഞാൽ ചെറിയ പാടല്ല. കാരണം നമ്മൾ റോപ്പിട്ട് എല്ലാം ചെയ്ത്, പിന്നെ ഈ പറഞ്ഞ മാതിരി അവർ സത്യത്തിൽ അവർ ഭയങ്കര കാര്യമായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ തന്നെയാണ് ഇത് തുടങ്ങുന്നത്. നാടകപ്പുറത്തിലും ഏറ്റവും കൈയുടെ കിട്ടിയ സീൻ 18-ാം പറ്റിയിട്ട് ആണോ? അങ്ങനെ ഈ 17-ാം തീയതി മെയ് 17-ന് ഗു റിലീസ് ആവുകയാണ്. ദേവുവിന് പേടിയുണ്ടോ?
അങ്ങനെ പേടിയില്ല. എന്തായാലും ഇഷ്ടമാകും എന്നെ പോലുള്ള കൂട്ടുകാർക്ക്. അതും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം വിഷ്വൽസും പാട്ടും അതും എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹൊറർ ഫാൻറ്റസി മാത്രമല്ല, കുറേ കുട്ടികളുണ്ട്. അപ്പം ഞങ്ങൾ കസിൻസ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കസിൻസിൻ്റെ ഓരോരോ ഇതുണ്ട്, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിനും കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പൊ ഏതായാലും 17-ാം തീയതി സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ. അടിപൊളിയായിരിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ദേവു ആൻഡ് ദേവുവിന്റെ അച്ഛ. താങ്ക് യു. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്.